നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 3 ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കുറച്ച് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയമായിരുന്നു. കേരളം ചർച്ച ചെയ്തോന്ന് എനിക്കറിയില്ല, പക്ഷേ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു. കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ കടയിൽ നിന്ന് അവിടുത്തെ ജീവനക്കാർ പലപ്പോഴായിട്ട് 68 ലക്ഷം രൂപ തട്ടിയെടുത്തു. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 68 ലക്ഷം രൂപയൊക്കെ തട്ടിയെടുത്തപ്പോൾ ഇവരാരും അറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ വന്നായിരുന്നു. ഏതായാലും ഞാൻ ചോദിച്ചില്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ, അത് കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ ഈ ജീവനക്കാർ പലപ്പോഴായി ഈ 68 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ജീവനക്കാരെ അവർ 3 പേരാണ്. ആ 3 ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ അതൊരു സ്ഥിരം പരിപാടിയാണല്ലോ. ഏതെങ്കിലും കുറ്റം കാണിക്കുക, അതിൻ്റെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുക, ഒരു വക്കീലിനെ കാണുക. അവസാനം വക്കീൽ പറഞ്ഞൊപ്പിക്കുന്നതാണിത്. മുൻകൂർ ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ഞാൻ മേടിച്ചു തരാം, അവസാനം വക്കീലിന് കാശ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും വക്കീൽ ഒപ്പിച്ചു കൊടുത്ത പണിയാണെന്ന് തോന്നുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, ആകെപ്പാടെ ജഗപുകയായത്. ഏതായാലും പോലീസ് കൊടുത്ത മൊഴിയിൽ ഇത് തട്ടിയെടുത്തു, 68 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. സത്യം പറഞ്ഞ മന്ദബുദ്ധിത്തരമല്ലേ. ഇത് ബാങ്ക് മുഖേനയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. നമ്മൾ തട്ടിയെടുത്താലും എടുത്തുകൊണ്ട് പോയാലും അതെല്ലാം കൃത്യമായിട്ട് രേഖകളുണ്ട്. രേഖകൾ വെച്ചുകൊണ്ട് ഇവരെ ആരാണ് ഈ കുരുക്കിലേക്ക്, അതെങ്ങനെ കൃഷ്ണകുമാറും മകളും ഒക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേസിനൊന്നും പോകുന്നില്ല, കിട്ടാവുന്നതിൻ്റെ പരമാവധി കാശ് പിടിച്ചെടുക്കുക, അതിനുശേഷം അവരെ ജോലിയെന്ന് പറഞ്ഞുവിടുക, ആ രീതിയിലായിരുന്നു പോകുന്നത്. അതിനിടയിലാണ് ഇവർ തന്നെയാണ് കേസുമായിട്ട് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 3 ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് 68 ലക്ഷം രൂപ കവർന്നു എന്നതാണ് ഇവർക്കെതിരായ കേസ്. അനന്തലക്ഷം വിവരങ്ങളുമായിട്ട് അനന്തൻ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. വളരെ ഗൗരവത്തോടെ തന്നെ ഈ കേസിനെ പോലീസും കോടതിയും കാണുകയാണല്ലേ? ദിവിഷ്, നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ കവടിയാറിലെ സ്ഥാപനത്തിലെ 3 ജീവനക്കാരികൾ അവർ 68 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് കവർന്നു എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെയും മകളുടെയും പരാതി. ഇതിൽ മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ആ കേസാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഈ കേസിലാണിപ്പോൾ ഈ 3 ജീവനക്കാരികളും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമർപ്പിച്ചത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു. ദിവ്യ, വിനീത, രാധാകുമാരി ഈ 3 പേരാണ് ഈ കേസിലെ പ്രതികൾ. 4ാം പ്രതി വിനീതയുടെ ഭർത്താവ് ആദർശിന് ഇന്നലെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത് ഈ 3 പേരും ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയതിന് ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ്. ബാങ്ക് രേഖകൾ അടക്കം ഇതിന് തെളിവായുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് 3 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചത്. അതേസമയം ഇതേ ജീവനക്കാരികൾ കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പരാതി നൽകിയിരുന്നു. അതിലും കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ പോലീസ് കോടതിയിൽ പറഞ്ഞത് അങ്ങനെ ഈ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയതിന് തെളിവില്ല എന്നുള്ളതാണ്. ഏതായാലും ജാമ്യം കിട്ടത്തില്ല. പോലീസ് അന്വേഷണത്തിൽ സഹകരിച്ചേ പറ്റൂ. മക്കൾ കുടുങ്ങി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കൃഷ്ണകുമാറിന് എതിരായിട്ടൊരു കേസ് ഇവർ കൊടുത്തിരുന്നു കേട്ടോ. ആ കേസ് കൊടുത്തത് അപ്പം പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളല്ലേ, സ്ത്രീകൾ കേസ് കൊടുക്കുമ്പോൾ അത് പ്രത്യേക പരിഗണന സാധാരണ രീതി കിട്ടും സമൂഹത്തിൽ. അത് എത്ര തെറ്റ് കാണിച്ചാലും കൊടുക്കണം. അതാണ് സ്ത്രീപക്ഷ സമൂഹം എന്ന് പറയുന്നത്. ഏതായാലും അതും പ്രകാരം കൃഷ്ണകുമാറിനെതിരെ ഒരു കേസ് കൊടുത്തു. അതിനകത്ത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ ഹിന്ദു, മകള്, അതുപോലെ തന്നെ കൃഷ്ണകുമാറിൻ്റെ സുഹൃത്തായ സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവർക്കെതിരെയാണ് കേസ് കൊടുത്തത്. അത് തട്ടിക്കൊണ്ടുപോകൽ എന്നുള്ള കുറ്റമാണ് ചുമത്തിയിരുന്നത്. പിന്നെ തട്ടിക്കൊണ്ടുപോകൽ, വധഭീഷണി, അതുപോലെ ജാതി അധിക്ഷേപം. അത് സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ കേൾക്കുന്നതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായി എത്ര തെറ്റ് കാണിച്ചാലും ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുക. പിന്നെ സ്ത്രീത്വത്തെ അവമാനിക്കണം. സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീത്വത്തെ അവമാനിക്കണം. അതുപോലെ ലൈംഗിക ചുവയോടെ സംസാരിക്കുക. ഈ പോയിന്റ് എല്ലാം സത്യം പറഞ്ഞു കൊടുത്തത് വക്കീലാണ്. വക്കീലിൻ്റെ കാഞ്ഞ ബുദ്ധി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്.
അപ്പോൾ തെളിവുകൾ കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉള്ളതാണ്, ഇത് പിൻവലിക്കുന്നതിൻ്റെ രേഖയുള്ളതാണ്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഉള്ളതാണ്. കൃത്യമായിട്ട് ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ പണം തട്ടിയെടുത്തില്ലെങ്കിൽ ഇവർ പറയുന്നതൊക്കെ ശരിയാണ്. ഇത് കൃത്യമായിട്ട് തെളിവുകളും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഉള്ള സാധനമാണ്. എന്നിട്ടും വക്കീൽ എന്തിനീ ബുദ്ധി ഇവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും വക്കീലിൻ്റെ ബുദ്ധിയും ഈ ജീവനക്കാരുടെ ബുദ്ധിയും പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഈ തട്ടിക്കൊണ്ടുപോകലിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല, തട്ടിക്കൊണ്ടുപോയതിനായിട്ട് യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന് ക്രൈംബ്രാഞ്ച് കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഒരവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാശ് തിരിച്ച് കിട്ടുമോ? ഇതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ. ഏതായാലും കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ താല്പര്യത്തോടെ കാത്തിരിക്കും എന്ന് തന്നെ വിചാരിക്കും. അപ്പം ഒരു സ്ഥാപനം തുടങ്ങിയാൽ അവിടെ ജീവനക്കാരെ നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതിലൂടെ ചിലർ അർത്ഥമാക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ലടേ. നമ്മൾ നേരെ ചൊവ്വയെ നോക്കിക്കണ്ട് ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് നടക്കേണ്ടതുപോലെ നടക്കുന്നു. ഈ 68 ലക്ഷം രൂപ തട്ടിയെടുത്തപ്പോഴും ഇവരാരും അനങ്ങിയില്ല എന്ന് പറയുമ്പം എനിക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ ജീവനക്കാരെ അത്രമേൽ വിശ്വസിച്ച് കാണും, അതായിരിക്കും കാരണം. അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. പിന്നെ മികച്ച നല്ല രീതിയിലുള്ള ജീവനക്കാരുണ്ട്, അതിൻ്റെ ഉടമയൊന്നും അങ്ങോട്ട് പോവുകയേ വേണ്ട. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഭൂരിപക്ഷം ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ. അവരെയൊക്കെ പറയിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെയുള്ള ചില കുറിപ്പുകൾ, അല്ലാതെ എന്ത് പറയാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.